ജനാധിപത്യ സംരക്ഷണത്തിന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ കാണും. ഇപ്പം ഡൽഹിയിലുള്ള പ്രക്ഷോഭം അല്ലേ, ഡൽഹിയിലോ അതിനെക്കുറിച്ച് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലുള്ള നിരൂപണങ്ങൾ നടത്തിയിട്ടുണ്ട്, പല രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, പല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഞാനിപ്പോൾ ആലോചിച്ചു, എന്താണ് ഒരു സമരത്തെ സ്വാധീനിക്കുന്നത്? ഗാന്ധിജിയൊക്കെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഉപ്പ് സത്യാഗ്രഹം നിയമലംഘനമല്ലായിരുന്നോ? അങ്ങനെ എത്രയോ നിയമലംഘനങ്ങൾ ഗാന്ധിജി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടത്തുന്ന എല്ലാ സമരങ്ങളും എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? അതിനൊറ്റൊരു മാനദണ്ഡമേ ഉള്ളൂ. ഗാന്ധിജി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗാന്ധിജി തന്നെ പറയുന്ന ഒരു മാനദണ്ഡമുണ്ട്. എപ്പോഴാണ് സമരങ്ങളൊക്കെ സാധൂകരിക്കപ്പെടുന്നത്? സമരങ്ങൾ സാധൂകരിക്കപ്പെടുന്നത് നിയമങ്ങൾ നീതി നിഷേധങ്ങളാകുമ്പോഴാണ്. നിയമങ്ങൾ നീതി നിഷേധങ്ങളാകുമ്പോഴാണ് സമരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജഡ്ജ് ചെയ്യാതെ സമരങ്ങളെ നമുക്ക് സാധൂകരിക്കാൻ സാധിക്കും. അപ്പോൾ നീതി നിഷേധം നടക്കുന്നിടത്ത് സമരവുമായിട്ട് ഇറങ്ങാനുള്ളത് മനുഷ്യന്റെ അവകാശമാണ്. അതാണ് നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത്.